ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മുടെ സ്വന്തം ഗാലക്സിയുടെ മുതലാളി ഓട്ടം വിളിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി 2 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇറങ്ങുന്നതാണ്. നമുക്കപ്പം ഇന്ന് ഗാലക്സിയുടെ മുതലാളി ഓട്ടം വിളിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിന് പോവാം. ഫാമിലി ട്രിപ്പാന്ന് തോന്നുന്നു. നമുക്കപ്പം നേരെ അതിന് പോവാം. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ഗാലക്സിയുടെ വണ്ടി. കലീം എന്ന് പറയുന്ന വണ്ടിയാണ്. നല്ല കിട്ടിലെ ഒരു വണ്ടിയാണ്. പുള്ളിക്കാരൻ നീറ്റായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. എനിക്കിവിടെ പ്രൊവൈഷൻ കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ആനയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതിലെ വണ്ടിയാണ്. നല്ല ലൈറ്റ് വർക്കും എല്ലാം ഉണ്ട്. ഇതുവരെ പോലീസൊന്നും പൊക്കിയിട്ടില്ല. അതുപോലെ രീതിയിലാണ് കൊണ്ട് നടക്കുന്നത്. സ്റ്റിക്കർ വർക്കൊന്നും ഒത്തിരി വൃത്തികേടായിട്ടില്ല. നല്ല രീതിയിലാണ് കൊണ്ട് നടക്കുന്നത്. നല്ല ലൈറ്റ് വർക്ക് അങ്ങനെ. അപ്പം നമുക്ക് നേരെ അകത്തോട്ട് കയറി ഓട്ടത്തിന് പോകാം. ഇതിപ്പോൾ നമ്മൾ അകത്ത് കയറിയപ്പോൾ തന്നെ ഭയങ്കര മഴയാണ്. പുറത്ത് വൻ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ വണ്ടി സ്റ്റാർട്ടാക്കി പോവാം. ലൈറ്റൊക്കെ ഇടട്ടെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ എന്ന ആളിനെ എടുക്കണം. ഇവിടെ ട്രാഫിക്കാണ്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്കതൊന്നും വിഷയമല്ല. ട്രാഫിക്കൊന്നും നോക്കത്തില്ല. നമ്മള് ഇവിടുന്ന് വെച്ചാക്കി നമുക്ക് ഇവിടുന്നാണ് കയറണ്ടേ. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നമുക്ക് ഇതുവഴി കയറി പോകണ്ടെന്നാ കാണിക്കുന്നത്. എനിക്ക് കറക്റ്റ് വഴിയൊന്നും അറിയത്തില്ല. ലൊക്കേഷനെ എല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ആ ലൊക്കേഷനിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ആൾക്കാരെ എടുക്കുന്നിടത്തോട്ട്. അപ്പം നമ്മുടെ ആൾക്കാരെ എടുക്കാനുള്ള സ്ഥലം എത്തി. നമ്മുടെ റൈറ്റ് സൈഡിലാണ് സ്ഥലം വരുന്നത്. നമ്മുടെ ഒരു സൈഡിൽ കൂടെ ഒരു ബസ് കയറി വരുന്നുണ്ട്. ഇവന്മാരെല്ലാം കയറി വരും. അതുകൊണ്ട് ടാങ്കർ പോകുന്നു, അടുത്ത ടാങ്കർ. അപ്പൊ നമുക്ക് ഓടിച്ചങ്ങ് എടുക്കാം. അയ്യവാ, നമ്മുടെ വണ്ടിക്ക് നല്ല കൈ നിൽക്കുന്നുണ്ട്. ഒതുങ്ങുമോ വണ്ടി? നല്ലതായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗാലക്സിയുടെ വണ്ടിയാണ് ഇത്. ഫാമിലിയാണ്. ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ട്. കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ ഇതാണ്ട് വണ്ടി എല്ലാവരും ഒന്ന് കണ്ടോ. നമ്മള് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യും. ഇതാണ് ബാക്ക് വരുന്നത്. ഇതില് ഒരു സ്റ്റിക്കർ വർക്കാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ AC വണ്ടിയാണ്. നമ്മളിപ്പോ എല്ലാം തുറന്നിട്ടേക്കുക. പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടാണ് AC ഇടാത്ത. പിള്ളേരൊക്കെ ഛർദിച്ചാലോ എന്ന് പറഞ്ഞ് അവര് വേണോന്ന് ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ AC ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ വണ്ടി വരുന്ന ഇതാണ്. നമുക്കപ്പം അവരെല്ലാം ഇവിടുന്ന് കയറ്റി നമുക്ക് ഒരു സ്ഥലം വരും. ദേശപ്പം എല്ലാരും കയറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ സ്ഥലം വിടാൻ പോവാണ്. ഗ്ലാസ് എല്ലാം തുറന്നു കിടക്കുന്നു. മഴ ഇവിടുന്ന് ഒടിയണം വണ്ടി. ഇതാ ഉടായിപ്പ് പരിപാടി. ആ തജൂർക്കാരൻ കൊണ്ടുവന്ന് കയറ്റി ഗൈസ്. നമ്മളെ വണ്ടി പണി കിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് നോക്കാം. ഈ വൈപ്പർ അങ്ങോട്ട് ഇടുമ്പോഴാണ് ഗൈസ് ഇവിടെ മഴ തോരുന്നത്. നമ്മുടെ ഫ്രണ്ട് ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. അപ്പം നമ്മള് അവിടുത്തെ ബ്ലോക്കിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഊരി വന്നിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്.
ഇനി നമ്മള് മാത്രമേ ഉള്ളൂ, ഒരു കിളി പോലും ഇല്ല ഗൈസ് ഇതിനകത്ത്. അങ്ങനെ കിളിയൊന്നും വിട്ടു തന്നില്ല. അപ്പം നമ്മൾ തന്നെയുള്ള, അപ്പൊ സൈഡെല്ലാം നോക്കി കൊണ്ടുപോകേണ്ടത് നമ്മളാണ് എല്ലാം. ഓ, അതിന്റെ ആ സസ്പെൻഷൻ കണ്ടോ ഗൈസ്, എന്നാ സസ്പെൻഷനാ. വിഷയം വണ്ടിയെ ഗാലക്സിയുടെ വണ്ടി പോലെ ആക്കണം നമുക്ക് നമ്മുടെ വണ്ടി. ഇവിടെ ട്രാഫിക് ആണ്, നമുക്കപ്പം നേരെ സ്ഥലം എത്തിയിട്ട് കാണാം. ഇപ്പം നമ്മള് ഇവിടെ സ്ഥലം എത്താറായെന്ന് തോന്നുന്നു. അതിന്റെ ഇടയ്ക്കെല്ലാം ഭയങ്കര മഴയാണ് ഗൈസ്, എന്താ ചെയ്യാനാ. അവിടെ ചെല്ലുമ്പോൾ മഴ പെയ്യാതിരുന്നാ കൊള്ളാം. എത്താറാവുന്നു. നമ്മള് ഇവിടുന്ന് 2 വഴി കിടക്കുന്ന, ഈ വഴിയാന്ന് തോന്നുന്നു. ഈ വഴിയൊക്കെ കേറി നമുക്കൊരു പാട്ടിട്ട് കൊടുക്കാം അവർക്ക്. അവര് പാട്ടൊക്കെ കേട്ട് ചില്ലാവട്ടെ. ഓ നോ ഗൈസ്, ഇപ്പൊ ഒരു വണ്ടി വന്ന് കേറിയേന്. ഇവിടെ ഭയങ്കര വൻ വിഷയമാ. വളവൊക്കെയാണ്. ഓ, അങ്ങേരെന്തായാലും അവിടെ നിർത്തി തന്നത് കാര്യമായി, എല്ലാവരും പെട്ടുപോയി. ഗൈസ് അങ്ങനെ സ്ഥലം എത്താറായപ്പം എല്ലാവർക്കും ഓരോ ചായ കുടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മള് ഒരു ചായക്കടയുടെ സൈഡിൽ ഒതുക്കി. ഇവിടെ ചായ തന്നെ അല്ല, തുണി സഹിതം ഉണ്ട്. അപ്പം എല്ലാരും ചായ കുടിച്ചേച്ച് വണ്ടിക്കകത്ത് കയറി. ഇതുവഴിയെല്ലാം വണ്ടി പോകുന്നു ഗൈസ്. ഇങ്ങനെ ചായക്കട ഫ്രണ്ടിൽ കൂടെ വണ്ടി പോകുന്നേ ഗൈസ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് തെറിക്കാം, മഴ പെയ്യുന്നു ഗൈസ്. അങ്ങനെ നമ്മള് ചായക്കടയുടെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഇറക്കാൻ പോവുക. ഇവിടെ മൊത്തം വണ്ടിയുടെ ശല്യം, ബ്ലോക്ക് ആയിക്കോളൂ, എനിക്കത് ഇഷ്ടമല്ല. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി കുറച്ചുകൂടെ ഉള്ളു, മഴയാണ്. അവരവിടെ ചെല്ലുമ്പോ ഈ മഴയാണെങ്കിൽ അവര് വെറുതെ ആയിപ്പോയി ടൂർ വന്നു. ഇപ്പൊ ഈ മഴയൊക്കെ എവിടുന്ന് വന്നു? നമ്മുടെ അവിടെ ഒന്നും ഇത്ര മഴയില്ല, എന്തോ ചൂടായിപ്പോ നമ്മുടെ അവിടെയൊക്കെ. ഇങ്ങനെ ഓരോ സ്ഥലമൊക്കെ കാണാൻ ഇറങ്ങുമ്പോഴേ മഴ. ഈ സ്ഥലം എത്താറായെന്ന് തോന്നുന്നു, ഏതാണ്ടൊക്കെ മലയും ഒന്നുമൊക്കെ കാണുന്നു. നമ്മുടെ മൂന്നാറ് തേയിലത്തോട്ടമൊക്കെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ എന്തുവാ. ഞാൻ ഈ മൂന്നാറൊക്കെ ആദ്യമായിട്ടാണ്. എവിടെയോ നമ്മൾ പാർക്കിങ്ങിലെത്തി. അപ്പൊ നമുക്ക് ഇവിടാണ് ആൾക്കാരെ ഇറക്കേണ്ടത്. ഇറക്കി വെച്ച് മഴയാ, നമുക്ക് നോക്കാം. അങ്ങനെ വന്നവരെല്ലാം നമ്മുടെ മഴ തോന്നപ്പോഴത്തേക്ക് വന്നവരെല്ലാം ഇറങ്ങി. അവിടെ വെള്ളച്ചാട്ടം എന്തുവത്, മലയൊക്കെ കാണാൻ പോവുക. നമുക്കും കാണാം, നമുക്കും ഒന്ന് പോയി കണ്ടിട്ടൊക്കെ വരാം ഗൈസ്. ഇവരൊക്കെ എങ്ങോട്ടായി പോകുന്നത്? ശരി, ഇച്ചിരി ഒന്ന് മാറണേ. നമ്മള് തൊട്ടെണ്ണം പറഞ്ഞോണ്ട് നമ്മക്കടി കിട്ടണ്ട. അപ്പൊ ഇവിടെ നല്ലൊരു മലയൊക്കെയാണ് കേട്ടോ. അവിടെ താഴെ എന്തോന്ന് പുകയൊക്കെ വരുന്നു. നമ്മുടെ വണ്ടിയെ വന്ന് കുറച്ച് പേര് ഇവിടെയും കുറച്ച് പേര് കൊണ്ട് അവിടെയായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കാണുന്നു. ഇവിടെയും കുറച്ച് പേരുണ്ടോ? ആഹാ, ഇവിടെ എന്ത് പരിപാടി? ഇവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. ആ ആ ഹാ ഹാ, നമുക്ക് നേരെ ഈ സ്റ്റെപ്പ് കയറാൻ പറ്റുമോ നോക്കാം. അങ്ങനെ നമ്മള് സ്റ്റെപ്പെല്ലാം വലിഞ്ഞ് കയറുക.
നമ്മളത് ഇറക്കാനൊരു വരുവോ? ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. ഇവിടെ നിന്നൊന്നും കാണാൻ വെറുതെ വലിഞ്ഞു കുത്തിയില്ല. നമ്മൾ വന്ന വഴിയൊക്കെയാണ് മഞ്ഞുടായി പൈപ്പ്. എന്തോ പരിപാടി. നമ്മുടെ ബസ് ഉണ്ടല്ലോ അങ്ങ് കിടക്കുന്ന ചെക്കൻ. നമുക്ക് ആ ക്യാമറ എടുക്കാനെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. നമുക്ക് ഇത്ര സൂമേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ ബസ്സിൻ്റെ അടുത്ത് കിട്ടിയല്ല. അങ്ങനെ നമ്മള് ബസ്സിൻ്റെ അടുത്ത് എത്തി. അപ്പം നമുക്ക് നേരെ അകത്തോട്ടങ്ങ് കയറി കയറാം. അപ്പം നമ്മുടെ ഇന്നത്തെ പാക്കേജ് കഴിഞ്ഞു. എല്ലാവരും തിരിച്ചു കയറുകയാണ്. എല്ലാവരും പോയി ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു കയറിയത്. ചായയും വൈകിട്ടത്തെ ആഹാരവും എല്ലാം കഴിച്ച് ഇരുട്ടി തുടങ്ങി. ഇവിടെ വന്നവരൊക്കെ വേറെ ബസ്സുകാരൊക്കെ ഒത്തിരി വന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അവർ വന്നിട്ട് അവരൊക്കെ അങ്ങ് പോയി. അപ്പം നമ്മുടെ വണ്ടിയായിട്ട് ഇവരെല്ലാവരും ചവിട്ടിത്തുള്ളി കയറുന്നതേ ഉള്ളൂ. ഭയങ്കര ലാഗ്. കൊച്ചു പിള്ളേരും കുറെ അമ്മാവന്മാരും ഒക്കെയാ. എന്തോ ചെയ്യാൻ. ചവിട്ടിത്തുള്ളി കയറി വരുമ്പോൾ ഒരു സമയമായി. അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് അങ്ങ് കയറിക്കാം. ഏകദേശം നമ്മൾ ഇവരെ കൊണ്ട് നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇവരെ എടുത്തെടുത്ത് കൊണ്ട് വിടേണ്ടതാണ്. അപ്പം നമ്മുടെ ഒരു മൂന്നാർ പോലത്തെ ഒരു സ്ഥലമാണ്. മൂന്നാറാണോ എന്ന് എനിക്കറിയത്തില്ല. മൂന്നാർ പോലൊക്കെ തന്നെ നല്ല മലയും കുന്നും വളവും തിരിവും ഒക്കെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജയിച്ച് ഇവിടോട്ട് വരുന്നത്. ഇങ്ങനൊരു സ്ഥലം പോലും ഞാൻ കേട്ടിട്ടില്ല. ഏതാ സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. അവര് പറയുന്ന മൂന്നാറെന്നാ. എനിക്ക് തോന്നുന്നില്ല ഇതാ മൂന്നാറെന്ന്. നമ്മളെന്തായാലും ഇവിടുന്ന് നേരെ തിരിച്ചിട്ടുണ്ട്. എനിക്ക് ലൊക്കേഷൻ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഗാലക്സിയുടെ മുതലാളി ലൊക്കേഷൻ തന്നതുകൊണ്ട് നമ്മൾ നേരെ അത് നോക്കി ഇനി പോരുമായിരുന്നു. കിളിയില്ല. അതോ അതിൻ്റെ അപ്പുറം സൈഡൊക്കെ ഒന്ന് നോക്കാൻ ഈ വളവിനൊക്കെ ഒരു കിളി പോലും ഇല്ല. അങ്ങനെ ചെന്ന് രണ്ട് പറയണം. ഒരു കിളിയെ പോലും വിടാതെ ഇത്രയും കുന്നിൻ്റെ മേളിൽ നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് കയറി. ഇനി ഇതാ വിഷയം. അവന്മാർക്ക് നോട്ടമില്ല. വന്ന് തട്ടി, കൊമ്പ് തട്ടി. കൊമ്പെ കൊണ്ടുവന്ന് തട്ടുന്നത് മൊത്തം. കൊമ്പിന് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം കൊമ്പൊക്കെ ഒന്ന് നോക്കാം. മഴയും പെയ്ത അതിൻ്റെ ഇടയ്ക്ക്. ഇത് മിനിറ്റിന് മഴയാ. അത് അതിൻ്റെ അപ്പുറത്തെ വിഷയം. ദേശപ്പം നമ്മുടെ വണ്ടിയെ BGM ഒക്കെ ഇട്ടിട്ടുണ്ട്. അവർക്ക് പാട്ടൊന്നും ഇഷ്ടമല്ല തോന്നുന്നു കയറിയവർക്ക്. അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി ഇന്റീരിയറിൽ മാത്രമേ ഇട്ടിട്ടുണ്ട്. ക്യാബിന് സോങ് ഇട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പാട്ട് മാറ്റി എടുക്കുകയൊക്കെ ഭയങ്കര മെനയാണ്. അതുകൊണ്ട് വലുതായിട്ട് പാട്ടൊന്നും ഇട്ടില്ല. BGM മാത്രം ഇടുന്നുണ്ട്. അപ്പം നമുക്ക് അവരെ ഇറക്കേണ്ട സ്ഥലം എത്താറായെന്ന് തോന്നുന്നു. എത്താറായി. അപ്പം മഴ തോന്നുന്നു. നൈറ്റായി ശരിക്ക്. നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് വണ്ടി നമുക്ക് നാളെ കൊടുക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ ഈ കിടക്കട്ടെ. എന്തുപോലെ ഇന്ന് രാത്രി ഇനി ഓട്ടോ ഒന്നും വരത്തില്ല. അപ്പൊ നമുക്ക് ഈ വണ്ടി കൊണ്ടുവന്ന് അവരെ ഇറക്കാം. അവരെ ഇറക്കേണ്ട സ്ഥലം എവിടാന്നോ ലൊക്കേഷൻ ഉണ്ട് നമുക്ക്. ഞാനത് നോക്കിയോ. എനിക്ക് ഈ റൂട്ടൊന്നും വലിയ പരിചയമൊന്നുമില്ല. അപ്പം അവരെ ഇറക്കേണ്ടട വെച്ചാറുണ്ട്. ഇവിടെ ബ്ലോക്ക്. ഇങ്ങനെ കുറെ എണ്ണങ്ങൾ. എനിക്ക് ഉമ്മാരെ ഒന്നും ഇഷ്ടമല്ലാത്ത. അപ്പം അവരെ ഇറക്കേണ്ട സ്ഥലം എത്തി. നമുക്ക് ഇവിടുന്ന് അകത്തോട്ടാണ് കയറേണ്ടത്. ഇൻഡിക്കേറ്റർ ഇട്ടൊന്ന് തിരിയാവണ്ടേ. ഓട്ടോക്കാരൻ ഇങ്ങനെ അതിൻ്റെ അപ്പുറത്തെ നിനയെ കൊണ്ടുവന്ന് അടയങ്ങ് വെക്കും. ഞാൻ ഇറങ്ങിച്ചത് രണ്ട് പൊട്ടിക്കുമ്പോഴാണ് പിന്നെ മാറുന്നത്. അങ്ങനെ നമ്മുടെ വോക്കല് കിടപ്പുണ്ട് ഇപ്പൊ കേട്ടോ. പിള്ളേരെ എല്ലാം കൊണ്ടുവന്ന് ഇറക്കി. നൈറ്റ് നോക്കിക്ക് നമ്മുടെ വണ്ടി എന്നാ ലുക്കാണ്. നമ്മുടെ വണ്ടി ഇതുപോലെ അടിച്ചിറക്കാൻ പോവാണ് ജയിച്ച്. അപ്പൊ എല്ലാരും നമ്മുടെ വണ്ടി കാത്തിരുന്നോണം. നമ്മുടെ വണ്ടി പുതിയൊരു പേരിൽ, ഇതുവരെ ഇല്ലാത്ത ഒരു പേരിൽ, ഒരു ബസ്സും ആ ഒരു പേര് കാണത്തില്ല.
നമ്മൾ ആ ഒരു രീതിയിലാണ് ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഒരു വണ്ടിയായി വരുന്നത് ഇതുവരെ ആരും കേൾക്കാത്ത പേരിലാണ് നമ്മുടെ വണ്ടി ഇറങ്ങുന്നത്. പുതിയൊരു പേര് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വണ്ടിയുടെ വീഡിയോ 2 ദിവസം കഴിയുമ്പോൾ വരുന്നതാണ്. നമ്മുടെ വണ്ടിയുടെ പണി ഇങ്ങനെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കും. ഫാസ്റ്റ് പണിയാണ്. ഇപ്പൊ തന്നെ കണ്ടോ, നമ്മൾ ചേസ് എടുത്ത് അങ്ങോട്ട് കൊണ്ടിടുന്നതിന് മുന്നേ നമുക്ക് അടുത്ത ഓട്ടം കിട്ടി. ഗാലക്സിയുടെ വണ്ടിക്കാരൻ വിളിച്ച്. അതാ നമ്മൾ ഈ പറയുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറ്റത്തില്ല. നമുക്കിവിടെ ഒരു തടസ്സം കാണും ഗൈസ്. അപ്പം നമ്മൾ റോഡിന് അടുക്കാണ് വണ്ടി ഇട്ടേക്കുന്നത്. ഒന്നും സീനില്ല. ഒരു സ്വിഗ്ഗിയാന്ന് തോന്നുന്നു. അങ്ങേർക്ക് അല്ലല്ല, ടൂറ് പോവാ കാമുകനും കാമുകിയും ഗൈസ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളു. പിന്നെ നമ്മുടെ പുതിയ വണ്ടി ഇറങ്ങുന്ന വീഡിയോയ്ക്കായിട്ട് എല്ലാവരും കാത്തിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.